അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ലോകേഷിൻ്റെ കൂലിയിലെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ട്രെയിലർ ഡീകോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്രെയിലറിന് മുന്നേ വന്ന ഈ 3 പോസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ കഥകൾ കാണുവാനും കേൾക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് സെൻസേർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഈ പോസ്റ്റർ നോക്കാം. ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു കാര്യമാണ്. വിക്രത്തിൽ പറഞ്ഞ ഈ കോഡ് റെഡ് എന്താണ്? ഇത്രയും നാൾ നമ്മൾ കരുതിയത് കോഡ് റെഡിൻ്റെ റെഡ് എന്ന് പറയുന്നത് റോളക്സ് ആണെന്നും ഈ കണ്ടുപിടിച്ചിട്ടില്ല ഡി എന്ന് പറയുന്നത് ദിലി എന്നായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഡി ദിലിയല്ല, ഡി ദാഹയാണ്. ഈ ഒരു പോസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നാഗാർജുന സാറിലോട്ട് പോവാം. പുള്ളിയുടെ ഈ ഒരു ലുക്ക് കഴിഞ്ഞ വർഷം തന്നെ ലീക്ക് ചെയ്യപ്പെട്ട ഒരു ലുക്കാണ്. സ്യൂട്ടൊക്കെ ഇട്ട് മാസമായിട്ട് നിൽക്കുന്ന നാഗാർജുന സാറിൻ്റെ ഈ സിനിമയിലെ ക്യാരക്ടറിൻ്റെ പേര് സൈമൺ എന്ന് പോലും നമ്മൾ കഴിഞ്ഞ വർഷം പോലും ലീക്കായ ഈ ഒരു വീഡിയോ ക്ലിപ്പ് വഴി അറിഞ്ഞതാണ്. എങ്ങനെയോ ഈ സാധനം ലീക്കായതാണ്. ഇന്ന് ട്രെയിലർ 7 മണിക്ക് വരും എന്ന ഈ ഒരു പോസ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റർ ഒരു വർഷം മുന്നേ വന്നതാണ്. റെബൽ മൂൺ എന്ന് പറയുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ അതേ കോപ്പി അതുപോലെ അങ്ങ് അച്ചടിച്ച് വെച്ചേക്കാണ് ഈ ട്രെയിലറിൻ്റെ ഈ ഒരു പോസ്റ്ററിൽ. ഈ സീരീസുമായിട്ട് പടത്തിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഇനി കണ്ടാലേ അറിയാൻ കഴിയൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിലർ ഡീകോഡിങ്ങിലോട്ട് പോവാം. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആദ്യത്തെ ഷോട്ടിൽ തന്നെ നമ്മൾ കാണുന്നത് കിങ് പിൻ എന്ന് പറയുന്ന ഈ ഒരു ഹാർബറാണ്. മോണിക്ക സോങ്ങിലും കിങ് പിൻ ഒരുപാട് എടുത്ത് കാണാം. ആരാണ് കിങ് പിൻ? മാർവൽ കോമിക്സിലൊക്കെ ഉള്ള ഒരു സൂപ്പർ വില്ലൻ ക്യാരക്ടറാണ് ഈ കിങ് പിൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു വില്ലൻസം കാണിക്കാനായിരിക്കും ഈ കിങ് പിൻ ഇവിടെ കൊണ്ടുവന്നത്. അടുത്ത ഷോട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെമിത്തേരി നമുക്ക് കാണാൻ കഴിയും. ട്രെയിലറിൻ്റെ ഒരു ഭാഗത്ത് ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നതായിട്ടുള്ളൊരു സീനുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും സെമിത്തേരിയിൽ കൊണ്ടടക്കുന്നതായിരിക്കാം. ഇത് നാഗാർജുന ആയിരിക്കാം. ഇത് സൗബിൻ പണിക്കാരുടെയൊക്കെ ടൈമൊക്കെ നോക്കുന്ന ഒരു രംഗമായിരിക്കാം. ആയിരിക്കാം എന്ന് പറയുന്നത് ലോകേഷാണ്. നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഈ ഒരു സീനിൽ ശ്രുതി ഹസൻ ആ ടാങ്കറിൻ്റെ അകത്തുള്ള ഒരുപാട് ഡെഡ് ബോഡീസ് കാണുന്ന ഒരു സീനാണ്. ഈ ഒരു സീൻ എടുത്താൽ സൗബിൻ ഷാഹർ നടന്നു വരുന്ന ആ ഒരു രംഗത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വാൻ ഹായ് എന്ന് പറയുന്നൊരു കണ്ടെയ്നേഴ്സ് കാണാം. എന്താണ് വാൻ ഹായ്? വാൻ ഹായ് ഒരു കാർഗോയാണ്. ഈ കാർഗോ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഈ വാൻ ഹായ്ക്ക് ഒരു സമയത്ത് തീ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സീനിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെന്തോ ബ്ലാസ്റ്റ് ചെയ്യിക്കുന്നതാണ്. ട്രെയിലറിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട ഒരു സെമിത്തേരി ഉണ്ടല്ലോ, ആ സെമിത്തേരിയിൽ കുഴിച്ചിട്ട ശവങ്ങളായിരിക്കാം ഈ കിടക്കുന്നത് മുഴുവനും. ആ ഹാർബറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇതൊന്നും വെളിയിൽ അറിയാതിരിക്കാനായിരിക്കണം ഈ സെമിത്തേരിയിൽ പോയി കുഴിച്ചിരുന്നത്. ഇവിടെ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. സൗബിൻ്റെ ഈ ഒരു നോട്ടവും ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം മനസ്സിലാക്കാം ഇത് കൊടൂര വില്ലനായിരിക്കും. നാഗാർജുന വരുന്നൊരു ഈ ഒരു സീനിൽ എല്ലാവരും മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹാർബറിലുള്ള ആരെയോ കൊല്ലാനുള്ള വരവാണ് ഈ കാണുന്നത്. അമീർ ഖാൻ്റെ ഈ ഒരു മാസ് ലുക്കിലുള്ള നടത്തം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ വലിയൊരു കാര്യം ചെയ്യാനുള്ള പുറപ്പാടിലാണ് ഈ പോണത്. തോക്കൊക്കെ വാങ്ങിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചം പുറഞ്ചം വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ കഴുത്തിൽ കിടക്കുന്ന ഈ ഒരു മാല നോട്ട് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ സൗബിൻ ഷാഹർ വെടിവെക്കുന്നതും ബ്ലഡൊക്കെ തെറിച്ചു പോണതൊക്കെ കാണാൻ പറ്റും. ലോകേഷ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണല്ലോ ഗൺ ഷോട്ടൊന്നും കാണില്ല എന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗൺ ഷോട്ടാണല്ലോ ട്രെയിലറിലുള്ളത്. ഈ ഷിപ്പിൻ്റെ അകത്ത് നൈറ്റിൽ നടന്നു പോകുന്ന നാഗാർജുനെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു കസേര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഷോക്ക് അടുപ്പിച്ച് കൊല്ലാനുള്ള എന്തോ ഒരു സാധനമാണ് ഈ കസേര. അതായത് ഈ ഒരു കസേരയിൽ ഇരുത്തിയിട്ടാണ് എല്ലാം ഹാങ് ചെയ്തിട്ട് ഷോക്ക് അടുപ്പിക്കുന്നത്. പിന്നെ നാഗാർജുന ഹാമർ വെച്ച് അടിച്ച് റെഡിയാക്കിയിട്ട് നിൽക്കുന്നൊരു സാധനം. ഈ ഒരു ലുക്ക് എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ഇത് നമ്മുടെ റോളക്സിൻ്റെ അതേ കോപ്പിയാണ് ഈ ഒരു ചിരിയും എല്ലാം. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു മാലയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. കറക്റ്റ് അതേ ലോക്കറ്റ് അല്ലേ? അതാണ് പറഞ്ഞത് നേരത്തെ ഞാൻ മാല നോട്ട് ചെയ്ത് വയ്ക്കാനായിട്ട്. സത്യരാജ് പിന്നെ എന്തോ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഹാർബറിൽ നിന്ന് നമ്മുടെ നേരത്തെ കണ്ട ഹാർബർ തന്നെ ആയിരിക്കും. ഒരു പെൺകുട്ടി നടന്നു വരുന്നു. സൗബിന് ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കൂ കിങ് പിൻ. അപ്പോൾ ആരാണ് കിങ് പിൻ എന്ന് ഉള്ള കാര്യവും പിന്നെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവുമല്ലോ. സോ ഇറ്റ്സ് വെരി വെരി ബ്രൂട്ടൽ. നാഗാർജുനയുടെ ഈ ഒരു ക്യാരക്ടർ പ്രൈവറ്റ് ജെറ്റിൽ കയറി പോവാണ്. പിന്നെ ഇതിലോട്ട് വരുമ്പോഴാണ് ദേവ മാൻഷൻ എന്ന് പറയുന്ന ഈ ഒരു മാൻഷനിലോട്ട് ആൾക്കാർ വരികയും രജനി സാറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയും ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മൾ മുന്നേ കണ്ട പവർ ഹൗസിലെ സോങ് മുഴുവനും. ഇവിടെ വെച്ചായിരിക്കാം രജനി സാറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു കൂലി. യെസ്, ഇത് രജനി സാറിൻ്റെ ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. ഇവർ തേടുന്ന ആ ഒരു കൂലിയും രജനി സാർ തന്നെയായിരിക്കും. ആ ഒരു നോട്ടം തന്നെ എൻ്റെ പൊന്നെ, അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു കാറിൽ ആരോ കെട്ടിയിട്ടിട്ടുണ്ട്. ആ കുട്ടിയെ രക്ഷിക്കാൻ പോകുന്നതാണ് ഈ ഒരു രംഗം. ഈ ഹെലികോപ്റ്ററിൻ്റെ ഷോട്ട് കണ്ടാൽ തന്നെ അറിയാൻ വരുന്നത് അമീർ ഖാനാണെന്ന്. ഇവിടെ ഒരു ശവപ്പെട്ടിയും കിടപ്പുണ്ട്. ഈ ഒരു സീനിലോട്ട് നോക്കുകയാണെങ്കിൽ രജനി സാറിൻ്റെ ഒരു തിരിച്ചു വരവ്, അതായത് ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു ലുക്കാണ് ഈ ഒരു കാണുന്നത്. രാത്രി നടക്കുന്ന ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള അർജുന സാറിൻ്റെ അടുത്തിരിക്കുന്ന പയ്യൻ, കൈതിലുള്ള പയ്യനല്ലേ? യെസ്,
അത് കൈതിലുള്ള പയ്യൻ തന്നെയാണ്. പിന്നെ ഉപേന്ദ്ര സാറിൻ്റെ വളരെ രീതിയിലുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. രജനി സാർ ഉപേന്ദ്രയും കൂട്ടുകാരായിരിക്കാം. പിന്നെ ഈ ഒരു ഷോട്ട് നോക്കുകയാണെങ്കിൽ 3 ഷോട്ട് ഒരേ രീതിയിൽ ശ്രീഹാസൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ സത്യരാജ് സാറിൻ്റെ ഉണ്ട്, പിന്നെ അമീർ ഖാൻ്റെ. എൻ്റെ മോനെ ആ ഒരു ലുക്ക് അതൊരു ഒന്നൊന്നര ലുക്കാണ്. ഓഡിയോ ലോഞ്ചിന് പോലും പുള്ളി ഈ ഒരു ലുക്കിലാണ് എത്തിയത്. 2 ഗാങ്സ്റ്റേഴ്സ് ടീം തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കാം. രജനി സാറിൻ്റെ ഫേസ് ടു ഫേസ് സൗബിന് വന്നേക്കാണ്. അടി കൊള്ളാനും അടി വാങ്ങാനും സാധ്യത ഒരുപാടുണ്ട്. ഇതിൽ സത്യരാജ് പറയുന്നുണ്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് കയറി വന്നത് എന്ന്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രജനി സാർ ട്രാൻസ്ഫോം ആയതിനു ശേഷമായിരിക്കും ഈ തിരിച്ചുവരവ്. ഇതിൽ ശ്രുതി ഹസൻ പറയുന്നുണ്ട് നിങ്ങൾക്കത് വെറും കൂട്ടുകാരനാണ്, പക്ഷെ അത് എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനാണെന്നുള്ളത്. അപ്പോൾ തിരിച്ച് രജനി സാർ പറയുന്നുണ്ട് നിനക്ക് അച്ഛനായിരിക്കാം, പക്ഷെ അവൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് രജനി സാർ തിരിച്ചു പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ സ്വന്തം കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ വേണ്ടിയോ ആയിരിക്കണം രജനി സാർ തിരിച്ച് ഹാർബറിലോട്ട് പോകുന്നതും തൻ്റെ പഴയ രൂപത്തിലോട്ട് ആവുന്നതും. ഇമോഷൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയായിരിക്കും കൂലി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. കയ്യിൽ വളയിട്ടിച്ചൊരു ഡയലോഗ് അങ്ങ് പറയും, കൊക്കൈൻ, എഡ്രാ കൊക്കൈൻ. ഈ സിനിമയ്ക്ക് കൊക്കൈനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ലോകേഷ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും നമ്മളിതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. ഓവർ ഹൈപ്പ് പടത്തിന് കയറ്റണ്ട എന്നുള്ള രീതിയിലായിരിക്കും, പക്ഷേ ഇപ്പോൾ തന്നെ എക്സ്ട്രാ ഓവർ ഹൈപ്പാണ് സിനിമയ്ക്കുള്ളത്. വയലൻസിനോട് നോ കോംപ്രമൈസ് പറഞ്ഞാണ് ഈ ഒരു പടം ലോകേഷ് ചെയ്തേക്കുന്നത്. ഈ ട്രെയിലറിൽ തന്നെ ഇത്രയും വയലൻസ് ഉണ്ടെങ്കിൽ സിനിമ ഏത് ലെവലായിരിക്കും. ശ്രുതി ഹസനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോണതും അതിനെ ചേസ് ചെയ്ത് സൗബിൻ ഈ ഒരു പോക്ക് പോകുന്നതാണ് ഈ ഒരു സീൻ കാണാൻ പറ്റുന്നത്. ഈ നാഗാർജുന ഈ കിടന്ന് വിളിക്കുന്നത് ഹാർബർ ഒരു പക്ഷേ പൊട്ടിത്തെറിച്ചത് കൊണ്ടായിരിക്കാം കേട്ടോ. ഇതൊരു രജനി സാറിൻ്റെ ഫ്ലാഷ് ബാക്കിലുണ്ടാകുന്ന വലിയൊരു ഫൈറ്റാണ്. ഈ നായ്ക്കുട്ടികൾ പോകുന്നത് അമീർ ഖാൻ്റെ കൂടെയാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. പിന്നെ ഈ ഒരു പവർ ഹൗസിലുണ്ടാവുന്ന ഈ ഒരു ഫൈറ്റാണ് ഈ കാണുന്നത്. പവർ ഹൗസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവാ മാൻഷൻ ആവാനാണ്. ഈ ദേഷ്യം കൊണ്ട് ഈ കിടന്ന് വിളിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് ചാക്ക് ഇവിടെ അടുക്കി വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരുപക്ഷേ ഇതിൽ കുറച്ച് കൊക്കൈൻ ചാക്കുകളായിരിക്കാം, ഒരുപക്ഷേ അത് കാണാതെ പോയേക്കാം. ഈ ഒരു ഷോട്ടിൽ തന്നെ മനസ്സിലാവുമല്ലോ ആരെ തിരക്കിയായിരിക്കും രജനി പോയിട്ടുള്ളതെന്ന്. പിന്നെ രജനി സാറിൻ്റെ അടിപൊളി ഒരു ഡാൻസും നാഗാർജുനയുടെയും അടിപൊളി ഡാൻസും ഈ 2 ഷോട്ടുകളായിട്ട് നമുക്ക് കാണിച്ചു തന്നു. വില്ലന്മാരുടെ ഒരു കൂത്താട്ടം തന്നെയായിരിക്കും ഈ ഒരു കൂലി മൂവി. ഇതേ കണ്ട സൗബിൻ ഷാർ കിടന്ന് കളിക്കുന്നത്. ഇത് മോണിക്ക സോങ്ങിലാണ് കേട്ടോ ഈ കളിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ. പിന്നെ ഈ ഒരു പൗഡർ വാരി വിതറിയിട്ടുള്ള ഈ ഒരു ഫൈറ്റ്, പൗഡറാണോ ഈ പൗഡർ ടിന്നകത്ത് കൊക്കൈനാണോ എന്നുള്ളത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു നാഗാർജുന സാറിൻ്റെ ഈ ഒരു ഷോട്ട് വിക്രത്തിൽ കമൽ സാർ ചെയ്യുന്ന അതേ ഒരു ഷോട്ടിൻ്റെ അതേ കോപ്പിയാണ് കേട്ടോ. ഇതിൽ നോക്കിയാൽ സത്യരാജ് സാറും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് കുത്തി എല്ലാവരെയും കൊന്ന് പടമാക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൂലി ഫുള്ള് ബ്ലഡായിരിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം പോസ്റ്ററിലൊക്കെ അവർ റെഡും ഗോൾഡും ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു വച്ചേക്കണത്. പിന്നെ ഈ ഒരു ഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ രജനി സാർ നടന്നു പോവാണ്. ഒരുപാട് മദ്യപിച്ചിട്ടുള്ള ഒരുപാട് ഗ്ലാസ്സുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു ഷോട്ട് നമ്മൾ തിരിഞ്ഞ് ട്രെയിലറിലോട്ട് വന്നു കഴിഞ്ഞാൽ അമീർ ഖാൻ വെടിവെച്ച് പൊട്ടിക്കുന്ന സാധനങ്ങളാണുള്ളത്. അപ്പോൾ എന്തായാലും അവസാനം ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടാവും. രജനി സാറിൻ്റെ പിറകിൽ സമാന്തയൊക്കെ അല്ലേ ആ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ അച്ഛനെ രക്ഷിക്കാൻ പോണതായിരിക്കും. ട്രെയിലറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണ് ഈ ഒരു സീൻ കേട്ടോ. പഴയ രീതിയിലായിട്ട് കൺവേർട്ട് ആവുന്ന ഈ ഒരു സീൻ. ആൻഡ് കൂലി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്. ഗൺഷോട്ട് ഇല്ല എന്ന് പറഞ്ഞു, ട്രെയിലറിൽ ഗൺഷോട്ടും ഉണ്ട്. ഡ്രഗ്സ് ഇല്ല എന്ന് പറഞ്ഞു, ട്രെയിലറിൽ ഡ്രഗ്സും ഉണ്ട്. LCU അല്ല എന്ന് പറയുന്നു. ഇനി സിനിമ വരുമ്പോൾ അറിയാം LCU ആണ് എന്നുള്ളത്.